ഹലോ എവരി വൺ. ദിസ് വീക്കെൻഡ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും കൂടി കാണാനുള്ള സ്കോപ്പുണ്ട്. സോ അതിവിടെ യൂട്ടിലൈസ് ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മൂവി ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ്. ഇപ്പോഴത്തൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ്, ഷെർലോക്ക് കൈൻഡ് ഓഫ് മൂവിയാണ്. എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു മിസ്റ്ററി സോൾവ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഷെർലോക്ക് ഹോംസ് സ്റ്റോറി പോലത്തെ രീതിയിൽ ഇവരിതെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നത് ഒന്ന് മമ്മൂട്ടി, പിന്നെ ഗോകുൽ സുരേഷ്, പിന്നെ സുസ്മിത ഭട്ട്. ഇവർ മൂന്നരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നത്. സോ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നു, അതിൻ്റെ ഓണങ്ങൾ തപ്പിയുള്ള യാത്ര, അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ആ സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് മിസ്റ്ററീസ് കടന്നു വരുന്നു. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാൻ അവർക്ക് പറ്റുന്നു എന്നതാണ് ഈ മൂവിയിലെ നമ്മുടെ കൺസേൺ. സോ ഇത് കുറച്ച് കോമഡിയും ആ രീതിയിലുള്ള എലമെൻറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള മൂവിയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ കുറച്ചായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ യൂഷ്വൽ ഡാർക്ക് കൈൻഡ് ഓഫ് തിങ്സ് ഒന്നും ഇതിനകത്തില്ല. സോ സിമ്പിളായിട്ടുള്ള വേർഡിലേക്ക് നമ്മൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലീഡ് ചെയ്യുന്ന മമ്മൂട്ടിയും ഗോകുൽ സുരേഷും നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ഒരു കോമിക് ടച്ചോടുകൂടി തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെയിൻ ലീഡ് എന്ന് പറയുമ്പോൾ അത് സുസ്മിത ഭട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ ക്ലാരിറ്റിയോടെ നല്ലൊരു പെർഫോമൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ വരുന്ന ഡാൻസിൻ്റെ ഡ്രാമയുടെ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ വളരെ നന്നായിട്ട് ഇവിടെ നമുക്ക് ആ മിസ്റ്ററിയിലേക്ക് ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സപ്പോർട്ടിങ് കാസ്റ്റും വളരെയധികം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിഷ്വൽസ് ആണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കൊച്ചിയുടെ വിഷ്വൽസാണ്. ഇപ്പോൾ അതിനപ്പുറത്തേക്കാണെങ്കിലും ഇപ്പോൾ ഹൈലൻസിലേക്ക് പോകുമ്പോഴാണെങ്കിലും വിഷ്വൽസ് വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു മിസ്റ്ററി കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റ് ഹാർട്ടഡായിട്ട് കാണാൻ പറ്റിയ ഒരു മിസ്റ്ററിയും കൂടിയാണിത്. അപ്പോൾ ഒരു മിസ്സിങ് പേഴ്സിൽ നിന്ന് ഒരു മാൻ മിസ്സിങ്ങിലേക്കും പിന്നെ ഒരു മർഡർ മിസ്റ്ററിലേക്കും ഒന്ന് മൂവ് എത്തുമ്പോൾ നമുക്ക് വളരെയധികം റെഡ് ഹെറിങ്സ് ഇവിടെയുണ്ട്. നമ്മൾ കുറേയധികം ട്വിസ്റ്റഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ബോഡീസ് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പോലും സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗസ് ചെയ്യാത്ത രീതിയിൽ ഫൈനലി ദ എൻഡിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കാണാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഇടയ്ക്ക് കുറേ ഭാഗങ്ങൾ കുറച്ച് സ്ലോയിൽ പോകാൻ തോന്നുമെങ്കിൽ പോലും ഇതിൻ്റെ എൻഡിങ് എത്തുമ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്ത് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിൻ്റെ കഥകളെന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ആദ്യമായിട്ടല്ല, പക്ഷേ ഇത് കുറച്ചുകൂടി റിഫ്രഷിംഗ് ആയിട്ടുള്ള ടച്ചായിട്ട് തോന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ പേസ് പുറകോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും കുറേയധികം ഡിഫറെൻ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ. ബാക്കിയുള്ള മർഡർ മിസ്റ്ററീസും ഇൻവെസ്റ്റിഗേഷൻസും പോലെ ഇതിനകത്ത് അങ്ങനെ ഡാർക്കായിട്ടുള്ള ടെറിഫൈങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കാമായിട്ട് കാണാവുന്ന കൈൻഡ് ഓഫ് മൂവി തന്നെയാണിത്. പിന്നെ ആ കുറച്ച് ഹ്യൂമർ എലിമെൻറ്റ്സ് ഉള്ളതുകൊണ്ടും നമുക്ക് ബേസിക്കലി ഒരു ഫാമിലി ത്രില്ലറായിട്ട്, ഫാമിലി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു ഫിലിം കൂടിയാണ് ഇത്. ഓക്കെ, താങ്ക് യു.